നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വീണ്ടും മുഖ്യമന്ത്രി ഒരു കേസിൽ കൂടി പ്രതിയാകാനുള്ള കളമൊരുങ്ങുകയാണോ എന്ന സംശയം ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇഡി അന്വേഷണം വരുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ശരിവെക്കുന്ന പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിക്ക് ഭൂമി വാങ്ങിക്കൂട്ടാൻ, കിഫ്ബിക്ക് അനുവദിക്കുന്ന പണത്തിൽ നിന്ന് ഭൂമി വാങ്ങിക്കൂട്ടാൻ യാതൊരു അവകാശവുമില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. തോമസ് ഐസക്കിനടക്കം ഈ വിഷയങ്ങൾ അറിയുകയും ചെയ്യാം. വൻതോതിലുള്ള റിയൽ എസ്റ്റേറ്റ് പരിപാടിക്കായാണ് അത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരുന്നതെന്ന കാര്യത്തിലും സംശയമൊന്നും തന്നെയില്ല. പക്ഷേ ഇവിടെ അവരുടെ വാദം ഭൂമി അക്വയർ ചെയ്തതാണ്, വാങ്ങിയതല്ല എന്നാണ്. ഏതായാലും ഇത് എത്ര കണ്ട് മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ എത്ര കണ്ട് നിലനിൽപ്പുള്ള ഒരു പ്രതികരണമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ SNC ലാവ്ലിൻ കേസ് പോലെ തന്നെ ലാവ്ലിനുമായി ബന്ധപ്പെട്ട് നടത്തിയ അതേ തരത്തിലുള്ള പോലെ ഒരു അഴിമതിക്ക് അത്തരമൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ആ അഴിമതിക്ക് കളമൊരുക്കുന്ന പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. കനേഡിയൻ കമ്പനിയായ, അവരുടെ പെൻഷൻ കമ്പനിയായ CDPQ ഇതിന് എങ്ങനെയാണ് മസാല ബോണ്ടിൽ നിക്ഷേപം നടത്തുക എന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. പക്ഷേ ഇവിടെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന കാര്യത്തിൽ നമുക്ക് സംശയമേ ഇല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഊരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോയതും അതുപോലെ തന്നെ ഇഡിക്ക് ഫെമ നിയമലംഘന പ്രകാരം കേസെടുക്കാമെന്ന് കോടതിയിൽ അഫിഡവിറ്റും സമർപ്പിക്കപ്പെട്ടതോടുകൂടി ഇതിലേതാണ്ട് കേസെടുക്കുമെന്ന് വ്യക്തമാണ്. സാധാരണഗതിയിൽ CPM-നെതിരെ ഏത് കേസെടുത്താലും ആ കേസിലെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തലയൂരാനുള്ള ശ്രമമാണ് CPM എപ്പോഴും നടത്തുന്നത്. ഇതും അത്തരത്തിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി വാങ്ങിക്കൂട്ടുകയും അല്ലെങ്കിൽ ഭൂമി അക്വയർ ചെയ്തു, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമി അക്വയർ ചെയ്തു എന്നൊക്കെ കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ്, അതായത് പാർട്ടിക്ക് ഗുണകരമാകുന്ന രീതിയിൽ പാർട്ടിക്ക് ഏതൊക്കെ തരത്തിൽ ധനസമാഹരണം നടത്താൻ കഴിയുമോ അത്തരത്തിൽ ധനസമാഹരണം നടത്താനുള്ള കാര്യങ്ങളാണ് നടത്തുന്നത്. ഇത് തന്നെയാണ് നമ്മൾ SNC ലാവ്ലിനും കണ്ടത്. ഏതായാലും ഈ ഭൂമി വാങ്ങാനുള്ള അനുമതി നേടിയെടുത്തത് കിഫ്ബി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി കൂടിയുള്ള യോഗത്തിലാണ്. അതിന്റെ മിനിറ്റ്സ് അടക്കം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോഴേ ഓൾറെഡി ED പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് ഓഡിറ്റ് ചെയ്യാൻ CNGയെ കൊണ്ട് ഓഡിറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വാദമായി വരുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലാണ് മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും എന്ന് നമുക്കറിയാം. നേരത്തെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ പോലും അത് തടയാനുള്ള ചില മാർഗങ്ങൾ കോടതി വഴി അവർ നടത്തിയിരുന്നു. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിച്ചുകൊണ്ട് കോടതിയിൽ നിന്നും അത്തരത്തിലൊരു നീക്കം നടത്തിയാണ് ഇത്രയും നാൾ രക്ഷപ്പെട്ടു നിന്നത്. എന്നാൽ ഇത്തരത്തിൽ ഇയാളെ ചോദ്യം ചെയ്യാനുള്ള, ഏതായാലും ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഉള്ള അനുമതി ഇഡിക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇഡി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭെമ നിയമലംഘന പ്രകാരമുള്ള അത്തരത്തിൽ ആ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടതുകൊണ്ട് തന്നെ കേസ് മുന്നോട്ട് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാകും. മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പിന് കളമൊരുക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത കിഫ്ബിയുടെ യോഗത്തിലാണ് ഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനമടക്കം ഉണ്ടായിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഭൂമി വാങ്ങാനല്ല പണം എന്ന് പറഞ്ഞുകൊണ്ട് അനുവദിക്കപ്പെട്ട ആ പണത്തിൽ അതിൽ തന്നെ 466 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്നാണ് കണ്ടെത്തൽ. മസാല ബോണ്ടുകൾ ഇറക്കി അത്തരത്തിൽ നിക്ഷേപം സ്വീകരിക്കുമ്പോൾ അതും കനേഡിയൻ കമ്പനിയായ CDPQയിൽ നിന്ന് എങ്ങനെ നിക്ഷേപം ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഫെമ നിയമലംഘനം നടന്നിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി കൂടി പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മസാല ബോണ്ട് വിഷയത്തിൽ ഇഡിക്ക് അന്വേഷണ പരിധിയില്ല എന്നതായിരുന്നു ആദ്യം മുതൽ തന്നെ ഈ വിഷയത്തിലെ തോമസ് ഐസക്കിന്റെ വാദം. എന്നാൽ റിസർവ് ബാങ്ക് നൽകിയ അഫിഡവിറ്റിൽ മസാല ബോണ്ടിൽ ഫെമ നിയമലംഘനം അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇഡിക്ക് അധികാരമുണ്ട് എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന ബോധ്യം തീർച്ചയായും തോമസ് ഐസക്കിനുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഈ മസാല ബോണ്ട് ഇറക്കുന്നത് പ്രശ്നമുള്ള കാര്യമല്ല, നിയമലംഘനമല്ല എന്ന് വാദിക്കുമ്പോൾ പിന്നീട് എന്തുകൊണ്ടാണ് അദ്ദേഹം മസാല ബോണ്ട് വീണ്ടും ഇറക്കാഞ്ഞത് എന്ന ചോദ്യം കൂടി പ്രസക്തമാകുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം തോമസ് ഐസക്കുമെല്ലാം പ്രതിരോധത്തിൽ തന്നെയാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്.